എന്തുകൊണ്ട് തിരുവനന്തപുരം കോർപ്പറേഷൻ കൈവിട്ടു പോയതിനെ എവിടെയാണ് പരിശോധിക്കേണ്ടത്? അത് BJP എങ്ങനെ വളർന്നു എന്നുള്ളതിനേക്കാൾ നിങ്ങൾക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളതല്ലേ പഠിക്കേണ്ടത്? അപ്പൊ അളിയൻ കാര്യമൊന്നും അറിഞ്ഞില്ലേ? ഇല്ല. എന്നാൽ ഇനി ഞാനത് പറയാം, ആരും ഞെട്ടരുത്. നന്ദികേടെല്ലാം നല്ല അനുകൂലമാണോ? റോഡ്, പാലം, വികസന പ്രവർത്തനങ്ങൾ ഇതെല്ലാം വാങ്ങി നല്ല ഭംഗിയായി ചാപ്പാട് കഴിച്ചവര് നല്ല ഭംഗിയായി നമുക്കിട്ട് വെച്ചു എന്നാണ് എനിക്ക് തോന്നിയത്. രാഹുൽ മാങ്കൂട്ടം വിഷയം ഒന്നും ആളുകൾ രാഹുൽ മാങ്കൂട്ടം വിശേഷം അതൊന്നും വലിയ വിഷയമൊന്നും ആയില്ല. ഒത്തില്ല. പെൻഷൻ വാങ്ങി ചാപ്പാട് അടിച്ചിട്ട് LDF-നെതിരായി വോട്ട് ചെയ്തതെന്നാണ്. അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. വെറുതെ ആവശ്യമില്ലാതെ തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു മാത്രമേ നിങ്ങൾ. ഇതെല്ലാം വാങ്ങി നല്ല ഭംഗിയായി ചാപ്പാട് കഴിച്ചവര് നല്ല ഭംഗിയായി നമുക്കിട്ട് വെച്ചു എന്നാണ് എനിക്ക് തോന്നിയത്. അങ്ങനെയൊന്നും എം എം മണി പറഞ്ഞ് ഞാൻ കേട്ടതാണ്. ഒരു മാറ്റമില്ലല്ലോ, ബുദ്ധിയില്ലായ്മയ്ക്ക് ഒരു മര്യാദ വേണ്ടേ? UDF ചെയ്തത് വർഗീയ ശക്തികളുമായി പരസ്യമായും രഹസ്യമായും കൂട്ടുകെട്ടുണ്ടാക്കിയ ചെയ്തേ. അത് ഞാൻ ആദ്യം പറഞ്ഞിട്ടുള്ളതാണ്. ജമാഅത്തെ ഇസ്ലാമിയുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടാക്കിയിട്ടുള്ള കൂട്ടുകെട്ട് അവർക്ക് 2 സീറ്റും അതുപോലെ തന്നെ വോട്ടുമൊക്കെ വർദ്ധിപ്പിക്കാൻ ഇടയാക്കും എന്നുള്ള കാര്യം ഞങ്ങൾക്ക് തർക്കമില്ല. അനിൽകുമാർ കൂടി CPM പ്രതിനിധി കൂടി നമുക്കൊപ്പം ചേരുകയാണ്. നമ്മുടെ കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങളെ ശരിയായി വിലയിരുത്തേണ്ടതുണ്ട്. ഒന്ന്, നമ്മുടെ രാജ്യമെമ്പാടും അതിതീവ്രമായി രാഷ്ട്രീയത്തിനകത്തേക്ക് വർഗീയവൽക്കരണം നടപ്പാക്കുന്ന BJPയുടെ അധികാരത്തിലെ അതിന്റെ പിടി ഏതാണ്ട് 11 കൊല്ലമായി ഇവിടെ തുടരുകയാണ്. താത്വികമായ ഒരു അവലോകനമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ദിവസങ്ങളിലും ഒരു രാജ്യത്ത് ഉയർത്തിക്കൊണ്ടിരുന്ന വിഷയങ്ങളൊന്നും വർഗീയമായിട്ട് ആളുകളെ ധ്രുവീകരിക്കുന്നതാണ്. അതിനോട് പോരടിച്ചുകൊണ്ട് മാത്രമേ ഇടതുപക്ഷത്തിന് നിലനിൽക്കാൻ കഴിയൂ. മനുഷ്യൻ്റെ വേതനത്തിൻ്റെ കാര്യം, കൂലിയുടെ കാര്യം, അവരുടെ ജീവിതത്തിൻ്റെ കാര്യം, പട്ടിണി മാറ്റുന്നതിൻ്റെ കാര്യം. വർഗാധിപത്യവും കൊളോണിയലിസ്റ്റ് ചിന്താസരണികളും റാഡിക്കലായിട്ടുള്ള ഒരു മാറ്റമല്ല. ഇപ്പൊ മനസ്സിലായോ എന്തുകൊണ്ട് നമ്മൾ തോറ്റു എന്നുള്ളത്? ലളിതമായിട്ട് പറഞ്ഞാൽ എന്താ? ഇപ്പൊ താങ്കൾ പട്ടിണിയുടെ കാര്യം പറഞ്ഞതുകൊണ്ട് ഞാനൊന്ന് ചോദിക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷം നിങ്ങളുടെ മുതിർന്ന നേതാവ് MM മണി അല്പസമയം മുൻപ് മാധ്യമങ്ങളെ കണ്ടിരുന്നു. പെൻഷൻ എല്ലാം വാങ്ങി ശാപ്പാട് കഴിച്ചിട്ട് LDF-നെതിരെ വോട്ട് ചെയ്തു. നിങ്ങളുടെ നേതാവിന്റെ വാക്കാണ്. നന്ദികേട് എന്നുകൂടി വാക്ക് അദ്ദേഹം പറയുന്നുണ്ട്. എന്താ ഉറക്കം വരുന്നു? അതെ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തെരഞ്ഞെടുപ്പ് ഫലത്തെ എപ്പോഴും തല കുമ്പിട്ട് വിനയത്തോടുകൂടിയാണ് കാണുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ 98 സീറ്റോടുകൂടി അധികാരത്തിൽ വന്നു. ഞങ്ങൾ തോറ്റ സ്ഥലങ്ങളിൽ മാത്രമല്ല, വിജയിച്ച സ്ഥലങ്ങളിലും ഞങ്ങൾ തെറ്റുകൾ പറ്റിയത് പരിശോധിച്ചു, തിരുത്തിയിട്ടുണ്ട്. ഒരു തരത്തിലും ജനവിധിയെ നിന്ദിക്കുന്ന ഒരു നിലപാട് ഞങ്ങൾ സ്വീകരിച്ചിട്ടില്ല, സ്വീകരിക്കുകയുമില്ല. നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. 52 രൂപ ഉണ്ടായിരുന്ന കരിമീൻ ഇപ്പൊ 85 രൂപയാണ്. ഇക്കണക്കിന് എങ്ങനെ ജീവിക്കാം? പക്ഷെ കുടമാറ്റം നന്നായത് പാറമേക്കാവിന്റെ ആണെങ്കിലും വെടിക്കെട്ട് നന്നായത് തിരുവമ്പാടിരിയാ. ആ കാര്യത്തിൽ താൻ എന്നോട് വാദിക്കണ്ട. ഇവിടെ ഞങ്ങൾ പറയുന്ന കാര്യം മനുഷ്യ ജീവിതത്തെ ബാധിക്കുന്ന കാര്യമാണ് ഇടതുപക്ഷം എപ്പോഴും പറയാൻ ശ്രമിക്കുന്നത്. നാളെയും ഞങ്ങളതാ പറയാൻ ശ്രമിക്കുന്നത്. ഞങ്ങൾ ആ നിലയിൽ തന്നെയാണ് പ്രവർത്തിക്കുന്നത്. പക്ഷെ എന്താ സംഭവിക്കുന്നത്? വർഗീയത ഒരു ഭാഗത്ത് മാത്രമായി സാന്ദ്രീകരിക്കില്ല. നമ്മുടെ ഗവൺമെന്റ് എന്തൊക്കെ ജനങ്ങൾക്ക് കൊടുത്തു? കൂടുതലും വാഗ്ദാനങ്ങളാ കൊടുത്തത്. പൊളിറ്റിക്കലായ കാര്യങ്ങൾക്കപ്പുറം വർഗീയമായി ആളുകളെ ധ്രുവീകരിക്കുന്നതിലേക്ക് BJP മാത്രമല്ല മറുഭാഗവുമുണ്ട്. ഈ 2 കൂട്ടരെയും ചെറുക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ പോയിന്റ്. അതിൽ എന്തുകൊണ്ട് തിരുവനന്തപുരം കോർപ്പറേഷൻ കൈവിട്ടു പോയി ഇടതിൽ നിന്ന് കൃത്യമായി എഴുതിയിട്ടുണ്ട്. ജനങ്ങൾക്ക് ആ മേയറെ കാണാൻ വേണ്ടി ഡോറിന് പുറത്ത് കാത്തു നിൽക്കുന്ന 4 ജനങ്ങളെ കാണാൻ സമയമില്ല എന്ന് എഴുതിയത് നിങ്ങളുടെ നേതാവാണ്. അപ്പോൾ എന്തുകൊണ്ട് തിരുവനന്തപുരം കോർപ്പറേഷൻ കൈവിട്ടു പോയതിനെ എവിടെയാണ് പരിശോധിക്കേണ്ടത്? അത് BJP എങ്ങനെ വളർന്നു എന്നുള്ളതിനേക്കാൾ നിങ്ങൾക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളതല്ലേ പഠിക്കേണ്ടത്? സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? 7 ജില്ലാ പഞ്ചായത്തിൽ LDF-ന് ജയിക്കാനായി. അത് മോശമുള്ള കാര്യമല്ല. ബ്ലോക്ക് പഞ്ചായത്തുകളിൽ ഏതാണ്ട് സമാസമം പിടിക്കാനായി. അത് മോശമായ കാര്യമല്ല. എന്നാൽ നഗരസഭയിൽ ഞങ്ങൾക്ക് നല്ല പുറകോട്ടടി ഉണ്ടായി, കോർപ്പറേഷനുകളിലും പുറകോട്ടടി ഉണ്ടായി. ഇതിനർത്ഥം എന്താണ്? നഗരങ്ങളിലെയും പ്രത്യേകിച്ച് കോർപ്പറേഷനുകളിലെയും ആളുകൾ അവിടുത്തെ ഭരണപ്രവർത്തനങ്ങൾ നോക്കിയാണ് വോട്ട് ചെയ്തത്. അങ്ങനെ ആളുകൾ അത്തരം കാര്യങ്ങൾ അടിസ്ഥാനപ്പെടുത്തി വോട്ട് ചെയ്തു. ശബരിമല സ്വർണ്ണക്കൊള്ള
ജനങ്ങളെ അത്രമേൽ അവരുടെ വിശ്വാസത്തെ മുറിവേൽപ്പിച്ചു എന്നൊരു വിലയിരുത്തലുണ്ട് പാർട്ടിക്ക് ഈ ഘട്ടത്തിലെങ്കിലും? ഇനിയെങ്കിലും കുറ്റാരോപിതനാണ്, കുറ്റപത്രം സമർപ്പിക്കട്ടെ എന്ന് പറയുമോ, അതോ പുറത്താക്കും? അല്ല, ശബരിമല ഒരു വിഷയത്തിൽ മാത്രമാണ് ജനങ്ങൾ വോട്ട് ചെയ്തത് ഞങ്ങൾ എങ്ങനെ ധരിക്കും? ഒന്ന്, രാഷ്ട്രീയമായി ഞങ്ങൾ തീരുമാനമെടുത്തുണ്ടായ സംഭവമാണോ അത്? അവിടെ ശബരിമല തന്ത്രിയുമായി ബന്ധപ്പെട്ട് കടന്നുകൂടിയൊരു വ്യക്തി അവിടെ ഉണ്ടാക്കിയൊരു സ്വാധീനം, അതിൽ ഉദ്യോഗസ്ഥർ പെട്ടുപോയിട്ടുണ്ട്. ദേവസ്വം ബോർഡിൽ 2019 ഇരുന്നിരുന്ന ആളുകൾക്കും അക്കാര്യത്തിൽ പെശക് സംഭവിച്ചിട്ടുണ്ട്. അത് തെറ്റാണ് എന്നതുകൊണ്ടാണല്ലോ അവർ ജയിലിൽ കിടക്കുന്നത്. വെറുതെ കിടന്ന് ഉരുളാദാശനെ ജയിലിൽ കിടക്കുന്നുള്ളതിന്റെ അർത്ഥം ജയിലിൽ കിടക്കുന്നു, പക്ഷെ പാർട്ടിക്ക് അകത്താണ് സംരക്ഷണം ജയിലിൽ കിടക്കുന്നു, ശരിയാണ്. ജാമ്യം കിട്ടുന്നില്ല, ശരിയാണ്. പക്ഷെ പാർട്ടി പുറത്താക്കിയിട്ടില്ല. പാർട്ടി പുറത്താക്കിയിട്ടേ ഇല്ല. കുറ്റാരോപിതൻ മാത്രമെന്നാണ് പാർട്ടി സെക്രട്ടറി ആവർത്തിച്ച് പറഞ്ഞത്. അതെ. ശ്രീ ഉല്ലാസ് ബാബു നമുക്കൊപ്പമുണ്ട്. ശ്രീ ഉല്ലാസ് ബാബു, കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയ ആത്മവിശ്വാസം നൽകുന്നൊരു വിജയം, BJPയെ സംബന്ധിച്ച് പ്രതീക്ഷകൾ ഇനിയുമുണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന വിജയം, ഇടതുപക്ഷത്തെ സംബന്ധിച്ച് ഒരുപാട് പാഠങ്ങൾ പഠിക്കാനുണ്ട്. അല്ലെങ്കിൽ ഇന്ന് മണിയാശാന്റെ ഒരു പ്രതികരണം അങ്ങും കേട്ട് കാണും. ജനങ്ങൾക്ക് ആനുകൂല്യമൊക്കെ നൽകിയിട്ട് നന്ദികേട് കാണിച്ചു എന്നാണ് ഇത്രയും പരിണതപ്രജ്ഞനായ ഒരു രാഷ്ട്രീയ നേതാവ് ഒരു തെരഞ്ഞെടുപ്പ് ഫലത്തെ വിലയിരുത്തുന്നത്. അല്ല, ഇതിനകത്ത് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. മണിയാശാൻ അങ്ങനെ നന്ദികേട് കാണിച്ചു ജനങ്ങളെന്ന് പറയുകയാണെങ്കിൽ ഒരുപാട് സ്ഥലത്ത് ഇവരുടെ ഒന്നും എത്താത്തിടത്തും ആ രാഷ്ട്രീയം എന്ന് മാത്രം നോക്കി ആ ചിഹ്നത്തിനോട് നീതി കാണിച്ച ജനങ്ങളുണ്ട്. അത് ശരിയാ. സത്യത്തിൽ അവിടെയൊക്കെ ദയനീയമായിട്ട് പരാജയപ്പെടേണ്ട സ്ഥലങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന്റെ ശൈലി അങ്ങനെയാണെങ്കിൽ അദ്ദേഹം അവിടെ കയ്യിൽ വെച്ചോട്ടെ, കുഴപ്പമൊന്നുമില്ല. പക്ഷേ തിരുവനന്തപുരം എടുത്തു എന്നുള്ളതിനപ്പുറത്ത് ഈ തെരഞ്ഞെടുപ്പിനെ എങ്ങനെ കാണണം BJP എങ്ങനെ കാണുന്നു? തീർച്ചയായിട്ടും കേരളത്തിൽ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് നിലനിന്നുകൊണ്ടിരിക്കുന്ന ഭരണത്തിന്റെ സമ്പൂർണമായ പരാജയത്തിന്റെ മകുടമാണ് തിരുവനന്തപുരം നഗരസഭയിൽ CPM-ന് ലഭിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. ഈ പരാജയത്തിനൊരു കിരീടം വെച്ചു കൊടുക്കണം എന്നുണ്ടെങ്കിൽ ആ കിരീടം തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഇടതുപക്ഷത്തിന് വെച്ചു കൊടുത്തു എന്നുള്ളതാണ്. അതുകൊണ്ടല്ല, ശക്തമായ ഇടതുവിരുദ്ധ വികാരം കേരളത്തിൽ നിലനിൽക്കുകയാണ്. അപ്പോൾ ഇടതുവിരുദ്ധ വികാരം അങ്ങനെ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ നിലവിൽ തൃശ്ശൂർ നഗരസഭയിൽ നമുക്കറിയാലോ, ഇടതുപക്ഷവും UDF-ഉം തമ്മിൽ ചെറിയ ഒരു വ്യത്യാസം മാത്രമുള്ള ഒരു സ്വതന്ത്രന്റെ മാത്രം പിന്തുണയോടുകൂടിയാണ് ഇടതുപക്ഷം ഭരിച്ചിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ഒരു ആൾട്ടർനേറ്റീവ് എന്നുള്ള നിലയിൽ ജനങ്ങൾ പെട്ടെന്ന് ചൂസ് ചെയ്തത് UDF-നെ ആയി എന്നുള്ളത് കൊണ്ടാണ് BJPക്ക് ഒരു പരിധി വിട്ട് മുന്നോട്ട് പോകാൻ കഴിയാത്തതെന്നാണ് ആദ്യ ഘട്ടത്തിലുള്ള ആ ഫലം വിലയിരുത്തുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത്. എനിക്കും തോന്നിയത് എക്രോസ് കേരള വിജയിക്കുവാൻ വേണ്ടിയിട്ടുള്ള വലിയ പരിശ്രമം ഉണ്ടായിട്ടുണ്ട്. വലിയ തരത്തിലുള്ള മത്സരങ്ങൾ നമ്മൾ ഇന്നുവരെയും കാണാത്ത മേഖലകളിൽ നടന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും അതിൻ്റെ ഒരു റിസൾട്ട് ടോട്ടൽ വോട്ടുകൾ ടോട്ടൽ വാർഡുകൾ എണ്ണി കഴിയുന്ന സമയത്ത് എത്ര എണ്ണം വിജയിച്ചു എന്നുള്ളത് നോക്കുമ്പോൾ അത് കുറച്ചുകൂടി വ്യക്തമാകുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 325 320 325 കോർപ്പറേഷനിൽ 60 93 ആയിട്ടുണ്ട്. ഒരു വർധനവ് വന്നിട്ടുണ്ട്. അപ്പോൾ വോട്ട് പെർസെന്റേജിലുള്ള വർധന സ്വാഭാവികമായിട്ടും അതിനകത്തുണ്ട്. തീർച്ചയായിട്ടും ഇപ്പോൾ അഭിലാഷ് പറഞ്ഞ അനുസരിച്ചാണെങ്കിൽ ഏതാണ്ട് 300ഓളം വാർഡുകളുടെ വർധന കൂടുതലായിട്ട് ഉണ്ടായിട്ടുണ്ടോ? തീർച്ചയായിട്ടും വോട്ട് പെർസെന്റേജിനകത്തും അത് ഉണ്ടാകുമെന്ന് തന്നെയാണല്ലോ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് മാത്രമല്ല, എത്ര സീറ്റുകളിൽ 2ാം സ്ഥാനത്തുണ്ട് എന്നുള്ളത് കൂടി നമ്മൾ നോക്കേണ്ടതുണ്ട്. ഒരു മത്സരത്തിലേക്ക് വരുമ്പോൾ ഇപ്പോൾ തിരുവനന്തപുരം നഗരസഭയിൽ തന്നെ BJPയുടെ വളർച്ച എന്ന് പറയുന്നത് ഘട്ടം ഘട്ടമായിട്ടാണ്. 2005 0 എന്ന് എല്ലാവരും പറയും. പക്ഷേ 22 സീറ്റിൽ അന്ന് BJP 2ാം സ്ഥാനത്തുണ്ടായിരുന്നു. 2010 അത് 6 വിജയവും 17 2ാം സ്ഥാനവും വന്നു. അത് 2015 എത്തുമ്പോൾ അത് 35 വിജയത്തിലേക്ക് കൺവേർട്ട് ആവുന്ന സാഹചര്യം ഉണ്ടായി. നിരവധി സ്ഥലത്ത് 2ാം സ്ഥാനം വന്നു. കഴിഞ്ഞ തവണ അതുപോലെ തന്നെ 35 നമ്മൾ ജയിക്കുന്ന സമയത്ത് കയ്യിലുണ്ടായിരുന്ന 10 സീറ്റ് നഷ്ടം വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടാണ് ആ 35, അതായത് പുതിയ 10 സീറ്റുകളാണ് പിടിച്ചെടുത്തത്. ഇത്തവണ അത് ഉൾപ്പെടെ നമുക്ക് 50 സീറ്റുകളിലേക്ക് കയറാൻ വേണ്ടി. നീ അന്ന് നോവിച്ചു വിട്ടതൊരു പാമ്പിനെയാടാ.